ഇനിയിപ്പോ വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമുണ്ടോ? സുമേ, ഒന്നും പറയണ്ട. ഇലക്ഷന് നിന്നപ്പോ പോലും ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചില്ല കേട്ടോ. ചെറുക്കന്റെ മുമ്പിൽ നിന്നപ്പോ ചമ്മി കയ്യും കാലും വരച്ചിട്ട്. ഇല്ലില്ല, പോയിട്ടില്ല. ചെറുക്കൻ കുഴപ്പമൊന്നുമില്ല. കണ്ടിട്ട് അങ്ങനെ ഒരു പ്രശ്നക്കാരനാണെന്ന് സുമ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താണ് വിദൂരതയിലേക്ക് കണ്ണുന്നിട്ട്? എന്റെ പേര് ടോണി ഐസക്. നേരത്തെ പറഞ്ഞല്ലോ. എന്നാലും ഇവിടെ എന്തേലും പറയണ്ടേ? കാരണം പെണ്ണുകാണൽ കഴിഞ്ഞ് സംസാരം ഒരു ചടങ്ങാണല്ലോ ഇപ്പോ. ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ്, പക്ഷേ ഇപ്പൊ ചെറിയൊരു ബിസിനസ് ഉണ്ട്, ഫുഡ് എക്സ്പോർട്ടിംഗ്. ഇയാൾ ആനി സ്കൂൾ ടീച്ചർ ആയിരുന്നു, ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ്. അത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ. ഞാൻ പെട്ടെന്ന് കല്യാണം, അറിയാലോ എന്റെ ഉത്തരവാദിത്തങ്ങള്. പെട്ടെന്ന് വെച്ചാ നാളെയൊന്നും വേണ്ട, സമയമെടുത്ത് ആലോചിച്ചോളൂ. ഫോട്ടോ കണ്ടപ്പോ തന്നെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടായി. അമ്മ പറഞ്ഞ പിന്നെ ഞാൻ അതിനപ്പുറം. സോ നന്നായിട്ട് ആലോചിക്ക്. മറുപടി പോസിറ്റീവ് ആകണം എന്നാണ് എന്റെ ആഗ്രഹം. ഹലോ, ഞാൻ ടോണിയുടെ അമ്മച്ചിയാ. ആ പറയാമച്ചി. ആരാണ് നിന്റെ അമ്മച്ചി? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഭരണം കെട്ടവളെ, നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാടി. നിന്റെ ആരാടി നിരപ്പേൽ പാപ്പി? നിങ്ങൾ തമ്മിൽ എന്താടി ബന്ധം? എടി, നിന്നെ അവൻ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാടി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നേ? മാന്യമായിട്ട് സംസാരിക്കണം. കണ്ടവന്റെ കൂടെ നടന്നിട്ട് കാശോളവന്റെ വീട്ടിലേക്ക് കെട്ടിക്കയറാന്ന് വിചാരിച്ചോ? എടി, അവന് നിന്നെ ദിവസം കണി കണ്ടില്ലെങ്കിലേ കണ്ണു തുറക്കാൻ പറ്റത്തില്ലെന്ന്. എന്റെ കൊച്ചിനെ തല്ലി ചതച്ചവൻ പോയത്. ഹലോ, നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കുന്നേ. അറിഞ്ഞെടുത്തോളം കേട്ടെടുത്തോളം മതിയടി ഉരുമ്പെട്ടോളെ. നിങ്ങൾ പെണ്ണ് കണ്ടപ്പോഴേ ഇങ്ങനെ കെട്ട് നടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ തനി സ്വഭാവം കാണിച്ചു തന്നതിന് വളരെ ഉപകാരം. ഈ വൃത്തികെട്ട ഭാഷയിൽ സംസാരിക്കാൻ എന്റെ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങളോട് മറുപടി ഒന്നും ഞാൻ പറയുന്നില്ല. അയ്യോടി, നിന്റെ തന്ത പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. അത് നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാനാ നിന്റെ മറ്റവൻ പറഞ്ഞിട്ട് പോയത്. എടി, ആ നാട് മൊത്തം അഴിഞ്ഞാടി നടന്ന നീ. എന്താ മോളെ? മോളെ, മോളെ ആനി, മോളെ കതവ് തുറക്ക്. മോളെ ആനി, ചേച്ചി ഇത്ര രാവിലെ തന്നെ എന്താ വിശേഷം? നാട്ടില് വിശേഷം ഉണ്ടാക്കുന്ന ആൾക്കാരെ ഒന്ന് നേരിട്ട് കാണാൻ വന്നതാ. നിന്റെ ഇച്ഛാൻ എന്തിടി? ഇന്നലെ മാർക്കറ്റിൽ നിന്ന് ലോഡും കൊണ്ട് ടൗണിൽ പോയിരിക്കുക അല്ലേ അപ്പച്ചാ? അതെ. എന്താ മോളെ കുഴപ്പം? കുഴപ്പം എനിക്കല്ല, നിങ്ങളുടെ മോനാ. അയാളോട് പറഞ്ഞേക്ക് നാട്ടുകാരെ പറ്റിക്കുന്ന പോലെ ആനിയുടെ അടുത്ത് വേണ്ടെന്ന്. അയാൾ ആരാന്ന വിചാരം? എന്റെ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്താ ഉണ്ടായേ? നിങ്ങളെയാണ് ആദ്യം പറയേണ്ടത്. അളവില്ലാതെ പൈസ വന്ന് കയറിയാൽ ഇങ്ങനെ അഹങ്കാരം കൊണ്ട് പറന്നു കളിക്കും. അപ്പൊ ഭൂമിയിലുള്ള ഞങ്ങൾ പാവങ്ങളുടെ ജീവിതമൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നും. ദൈവം എല്ലാത്തിനും ഒരു വര വരച്ചിട്ടുണ്ട്, അതോർത്തോ. എന്താന്ന് വെച്ച് തെളിച്ച് പറ മോളെ, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം കേട്ടോ. എനിക്ക് വന്ന ഒരു കല്യാണാലോചന പൊന്നാര മോനങ്ങ് മുടക്കി. എന്റെ കർത്താവേ, വെറുതെ മുടക്കിയെന്ന് പറഞ്ഞാ പോരാ, പെണ്ണ് കാണാൻ വന്നവരുടെ വീട്ടിൽ കയറി ചെറുക്കനെ തല്ലി. നീ എന്താ ഈ പറയണേ?
പാപ്പി അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ എന്ത് ചെയ്താലും ഈ അപ്പനറിയും. നിങ്ങൾ ഒറ്റ കാരണം മോൻ ഇങ്ങനെ ആയത്. ലോകത്ത് ഏതെങ്കിലും തന്തമാര് മക്കൾക്ക് കള്ളൊഴിച്ചു കൊടുക്കോ? കൂടെ കുറിച്ച് കൂത്താടുവോ? സകല തോന്നിയാസത്തിനും കൂട്ടുനിൽക്കുന്ന ഒരു അപ്പൻ. മോൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നിനക്കതിനുള്ള അധികാരവും അവകാശവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് നോക്കിക്കോ, മോനെ വളർത്തിയതിന്റെ പിടിപ്പ് കേടോർത്ത് ഒരിക്കലും നിങ്ങൾ വിഷമിക്കും, ഉള്ളു പൊട്ടി കരയും. പാവം എന്റെ അമ്മച്ചി, മനസ്സിലെങ്കിലും ഒന്ന് ശമിച്ച കത്തി ചാമ്പലാവാനേ ഉള്ളൂ ഈ കാണുന്ന വെച്ചുകെട്ടലൊക്കെ. ഇവിടെ ഉണ്ടല്ലോ എന്നെ പോലൊരു മോള്. പുന്നാരമോട്ട് നടപ്പ് ദോഷം കൊണ്ട് ഇവളുടെ കല്യാണം ഒന്ന് മുടങ്ങട്ടെ. അപ്പൊ അറിയോ നിങ്ങള്, അന്ന് മനസ്സിലാക്കും നിങ്ങൾ എന്റെ അമ്മച്ചിയുടെ വിഷമം. ഓർത്തോ, തോളിൽ കൈയിട്ട് നടക്കുന്ന നിങ്ങളുടെ മോൻ ഒരിക്കൽ നിങ്ങളെ തള്ളി പറയും, കുറ്റപ്പെടുത്തും, ചിലപ്പോ കൊല്ലാനും മുതിർന്നു വരും. അന്നേ പഠിക്കത്തുള്ളൂ നിങ്ങള്. മനസ്സ് നൊന്താ പറയുന്നത്. എന്റെ ഈശോയെ, അവൻ എന്തൊക്കെയായി കാണിക്കുന്നേ? പാപ്പി അങ്ങനെ ചെയ്യില്ല. ഈ സ്കൂളിന് എന്നും അഭിമാനിക്കാവുന്ന കലാകാരന്മാരും കലാകാരികളുമായി ഇവിടുത്തെ മക്കൾ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ആരാധ്യയായ പഞ്ചായത്ത് പ്രസിഡന്റും നമുക്ക് ഏറ്റവും പ്രിയങ്കരിയുമായ ആനി ടീച്ചറെ ഈ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പിന്നെ രണ്ടു തരും. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ സ്കൂളിന്റെ ഇന്ന് ഇവിടെ കൂവി പൊഴുകി ഞാൻ. എന്താടി മത്ത കണ്ടി കറുത്തമ്മ? ടീച്ചർ പ്രസംഗിക്കട്ടെ, ഇപ്പൊ അവിടെ കയറണ്ട. എന്റെ അപ്പച്ചന്റെ മുമ്പിൽ ഇവളൊരു അധിക പ്രസംഗം നടത്തിയിട്ടാ പോന്നെ. ഇനി ഇവള് പ്രസംഗിക്കണ്ട. എനിക്ക് വിളി തന്നെ. അപ്പച്ച, പാപ്പയുണ്ട് അപ്പച്ച ചോദിക്കാൻ. ആരാടി നീ? പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ നിന്നെ മറ്റെടുത്ത് എന്റെ അപ്പച്ചന്റെ അമ്മച്ചന്റെ മെക്കിട്ടേറുണ്ടല്ലോ. നാട്ടുകാര് കാണുന്നു, ആരും അറിഞ്ഞിട്ടില്ല. വെറുതെ പറഞ്ഞു നാറ്റിക്കില്ല. പാപ്പിയെ കുറെ നാണം കെടുത്തിട്ടുള്ളത് അപ്പച്ച ഇവള്. ഇന്ന് പാപ്പിയുടെ ദിവസാ. പാപ്പി, നീ വീട്ടിൽ പോ. പാപ്പി, നീ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. അച്ഛന്റെ പാടുമൊക്കെ പോവച്ചോ. എന്റെ അപ്പച്ചനെ നാണം കിടത്തിയിട്ട് നീ എങ്ങനെ ഞെളിയണ്ട. നീ എന്താടി പറഞ്ഞ്? നിന്റെ കല്യാണം ഞാൻ മുടക്കിയെന്നല്ലേ? അതടി, ഞാൻ തന്നെയാടി നിന്റെ കല്യാണം മുടക്കിയത്. അവനെ അടിച്ചതും ഞാൻ തന്നെയാ. ഇനിയും നിനക്ക് വരുന്ന എല്ലാ കല്യാണവും ഈ പാപ്പി മുടക്കും. നീ എന്ത് ചെയ്യൂടി കോട്ടപ്പോത്തെ? അതെ, കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. പരസ്യമായിട്ട് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. നീ ആരാടാ എന്നോടത് പറയാൻ? ഓറിക്കടോ, അവക്ക് വാക്കാലത്ത് പിടിക്കാൻ വന്നേക്കണോ? നീ ആരുടെ അവളുടെ വായി നോക്കി? എന്തോ? ഇതൊരു സ്കൂളാണ്, ഇവിടെ കിടന്ന് അനാവശ്യം കാണിക്കരുത്. എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. നിന്റെ അധികാരമൊക്കെ അവിടെ പഞ്ചായത്ത് ഓഫീസില്. അവള് പോലീസിനെ വിളിക്കും പോലും. വിളിക്കണേ. ഇതെന്റെ സ്ഥലം, ഞാൻ പണിത സ്കൂള്. എനിക്ക് ഇഷ്ടമുള്ളത് പറയും കാണിക്കും. ആരാടി തടുക്കാനുള്ളത്? എന്റെ കർത്താവേ, ഇറങ്ങടാ വെളിയില്. ഇത് നിരപ്പേൽ മത്തായിയുടെ സ്ഥലം, ഞാൻ പണിത സ്കൂള്. എന്താ നിനക്ക് സംശയമുണ്ടോ? മിഴിച്ചു നിൽക്കാതെ ഇറങ്ങി പോടാ. ഒന്ന് പിടിച്ചു മാറ്റുമോ മോനെ? ഇവള് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. എന്റെ മോനത് ചെയ്യില്ല എന്ന് ഞാൻ വാദിച്ചു. ഇപ്പൊ മനസ്സിലായി എല്ലാം. എന്റെ മുമ്പിൽ കണ്ടുപോകരുത് നിന്നെ. ഇറങ്ങി പോടാ. അയ്യോ